മലയാളത്തിൻ്റെ സുഹൃതമായ എൻ.ടി. വാസുദേവൻ നായർ സാറിന് ജന്മദിനാശംസകൾ. തീർച്ചയായും ഇവിടെ സൂചിപ്പിച്ച പോലെ മലയാളത്തിലെ സാങ്കേതിക പ്രവർത്തകരുടെ മുഴുവൻ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. സാറിന് ജന്മദിനാശംസകൾ നേരുകയാണ്. എൻ.ടി. സാറിൻ്റെ എഴുത്തിനെ കുറിച്ചോ തിരക്കഥയെക്കുറിച്ചോ സിനിമയെക്കുറിച്ചോ ഇവിടെ സംസാരിക്കുന്നതിൽ പ്രസക്തിയില്ല. കാരണം ആയിരക്കണക്കിന് പുറങ്ങൾ അദ്ദേഹത്തിൻ്റെ രചനയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. വിമർശകർ, ഗവേഷകർ ഇപ്പോഴും ആ എഴുത്ത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. തീർച്ചയായും ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു കഥാകൃത്തിൻ്റെ ആർക്കിടൈപ്പ് ആരാണെന്ന് ചോദിച്ചാൽ അതിനൊരു ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് എൻ.ടി. വാസുദേവൻ നായർ എന്നായിരിക്കും. നമ്മളുടെ സാധാരണ ജീവിതത്തെയാണ് അദ്ദേഹം തൻ്റെ രചനയ്ക്ക് വിഷയമാക്കിയത്. ഒറ്റപ്പെടുന്നവരുടെ, ഏകാധികളുടെ, തിരസ്കൃതരുടെ ഒക്കെ ജീവിത പരിസരത്തിലൂടെയാണ് അദ്ദേഹം സഞ്ചരിച്ചത്. തനിക്കേറെ പരിചയമുള്ള മനുഷ്യരെയും ഭൂവിഭാഗങ്ങളെയും പറ്റി മാത്രമേ എൻ.ടി. എഴുതിയിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്കവാറും എഴുത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നിളാനദി കാണും, യമുന, എനിക്ക് തോന്നുന്നു ഗംഗ നദിയെക്കുറിച്ച് അദ്ദേഹം എഴുതുന്നത് അവസാന കാലത്ത് വാരണാസിയിലാണ് എന്ന് തോന്നുന്നു. അതുവരെ അദ്ദേഹത്തിന് നിളയുടെ പരിസരങ്ങളും വിട്ട് അദ്ദേഹത്തിൻ്റെ എഴുത്ത് സഞ്ചരിച്ചിട്ടില്ല, അപൂർവമായി സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ പോലും. അദ്ദേഹത്തിൻ്റെ എല്ലാവരും വാഴ്ത്തുന്ന രണ്ടാം ഊഴം എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ സെക്കൻഡ് ഫിഡിൽ എന്ന് വിളിക്കാവുന്ന, എപ്പോഴും രണ്ടാമതായി പോകുന്ന ആളുകളുടെ ബോധധാരയിലായിരുന്നു എൻ.ടി. വാസുദേവൻ നായരുടെ ശ്രദ്ധ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ. അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു ഹോമേജാണ് ഈ സരിഗമ ഇപ്പോൾ C5 ചേർന്ന് ഇവിടെ ഇന്ന് ലോഞ്ച് ചെയ്യുന്ന ഈ 9 സിനിമകളുടെ സമാഹാരം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള സംവിധായകർ, അതിൽ വെറ്ററൻ ഡയറക്ടേഴ്സ് മുതൽ രതീഷിനെയും മഹേഷിനെയും പോലുള്ള പുതിയ തലമുറയിലെ ആളുകൾ വരെയുണ്ട്. ശ്രീ മമ്മൂട്ടി, ശ്രീ മോഹൻലാൽ, ഫഹദ്, ബിജു മേനോൻ തുടങ്ങി ഒട്ടനവധി പ്രധാനപ്പെട്ട നടീനടന്മാർ, അപർണ, പാർവതി എല്ലാം അഭിനയിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിൽ. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ 91ാമത്തെ പിറന്നാളിൽ ഇന്ദ്രജിത്ത് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട നടീനടന്മാരും ഏറ്റവും മികച്ച സംവിധായകരും ഏറ്റവും മികച്ച സാങ്കേതിക പ്രവർത്തകരും ചേർന്ന് ഈ സിനിമയുടെ ഒരു ആന്തോളജി അദ്ദേഹത്തിൻ്റെ 91ാം പിറന്നാളിൽ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അഭിമാനം തോന്നുന്ന ഒരു മുഹൂർത്തമാണ്. I wholeheartedly want to express my gratitude to Sarigama for making possible this dream, and the whole industry will be indebted to you forever for making this possible. And I am also expressing my gratitude to C5 to support the project. Thank you so much, Team Sarigama and Team C5. അവസാനമായി പറയാനുള്ളത്, എൻ.ടി. സാർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കഥാകാരനെ കുറിച്ച് എഴുതിയ ഒരു വാചകം ഞാൻ ഓർമ്മയിൽ നിന്ന് പറയുകയാണ്. അത് എനിക്ക് എൻ്റെ കമ്മ്യൂണിറ്റിക്ക് സാറിനോട് പറയാനുള്ളതാണ്. അത് ബഷീറിനെ കുറിച്ച് അങ്ങ് എഴുതിയതാണ്. എൻ്റെ മരുപ്പറമ്പിൽ ഇത്തിരി വട്ടത്തിൽ തണലും തണുപ്പും സുഗന്ധവും തന്ന പൂമരം മുളപ്പിച്ച കാലത്തിൻ്റെ ഉർവരതയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ.ടിക്ക് നന്ദി പറയുന്നു. വ്യക്തിപരമായി ഒരു ചെറിയ സംഗതി കൂടി പറയണം. ഈ വേദിയിൽ സാറിൻ്റെ മുമ്പിൽ അത് പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. ഞാൻ 90കളുടെ ആദ്യം സാഹിത്യ വിമർശനത്തിൽ കൈവച്ച് ലേഖനങ്ങൾ നിരന്തരം ആഴ്ചപ്പതിപ്പുകൾ കഴിക്കുമ്പോൾ മടക്ക തപാലിൽ തന്നെ അത് കൃത്യമായി കിട്ടിയിരുന്നു. ഒന്നും പ്രസിദ്ധീകരിച്ചിരുന്നില്ല. 98-ൽ K.P. അപ്പൻ എന്ന മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ നിരൂപകനെ അതിനിശിതമായി വിമർശിച്ച് ഞാൻ എഴുതിയ ഒരു ലേഖനം ഞാൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന് അയച്ചു കൊടുത്തു. എന്നെ ഞെട്ടിച്ചുകൊണ്ട് 2 ആഴ്ച കഴിഞ്ഞ്
അത് പ്രസിദ്ധീകരിച്ചു. അന്ന് പത്രാധിപർ ശ്രീ MT വാസുദേവൻ നായരായിരുന്നു. എന്നെപ്പോലെ ആയിരക്കണക്കിന് എഴുത്തിലേക്ക് വരാൻ വെമ്പി നിൽക്കുന്ന ചെറുപ്പക്കാർക്ക് വഴികാട്ടിയ ഒരു പത്രാധിപർ കൂടിയായിരുന്നു MT എന്നുള്ളത് ഈ അവസരത്തിൽ മറന്നു പോകരുത്. ഒപ്പം നിലപാടുകൾ പറഞ്ഞാൽ ചിറകുകൾ അറിയപ്പെടും എന്ന ഒരു കാലത്ത് നിന്നുകൊണ്ട് തൻ്റെ പ്രായം മറ്റാരേക്കാളും താൻ ചെറുപ്പമാണ് എന്ന് വിപ്ലവകരമായി ഉറക്കെ പ്രഖ്യാപിക്കുന്ന MT വാസുദേവൻ നായരുടെ നിലപാടുകൾക്കും കാലത്തെ ജയിക്കാനുള്ള കരുത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.